നമസ്കാരം, ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ കൂവക്കാട് 2G നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതിയ റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ അനിൽകുമാർ നിർവഹിച്ചു. പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു റോഡ്. 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 40 ലക്ഷം രൂപ എങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കോളനി എന്നുള്ള നിലയിലേക്ക് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അത് ആലോചനയ്ക്ക് വിധേയമാക്കാൻ ഈ പറഞ്ഞ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. അജയ് പ്രസാദ് അടക്കമുള്ള ഓർമ്മിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അത് കൂടാതെ നമ്മുടെ തന്നെ സഹോദരന്മാരാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന, ഞാൻ മാനേജറോട് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇത് പറയുകയാണ്. നമ്മുടെ ചന്ദനക്കാവ് പച്ചക്കട റോഡ്, കോളനി റോഡ്, അതിപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഈ വർഷത്തെ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ 40 അപ്പുറത്ത് 20, അതിൻ്റെ അപ്പുറത്ത് 20, ഇത് കൂടാതെ നമ്മൾ നിരവധിയായിട്ടുള്ള സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിനുള്ള ഒരവസരം കിട്ടിയതും സന്തോഷമുണ്ട്. പിന്നെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇവിടെ ശ്രുതിലയം എന്ന് പറയുന്ന ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആരും വെള്ളം ഉണ്ടാക്കിയിട്ടോ മറ്റു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപേക്ഷ കൊടുത്താൽ മാത്രം പോരാ. ആ അപേക്ഷയ്ക്കൊപ്പം അതിൻ്റെ കൂടെ കുറേ രേഖകളും കൂടെ ചേർത്ത് ജില്ലാ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അത് അവർ ലിസ്റ്റാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. പഞ്ചായത്ത് ലിസ്റ്റ് കൊടുത്തതുകൊണ്ട് മാത്രം ആവത്തില്ല. ഞാനിത് പറയാൻ കാരണം, ഒരു റേഡിയോ കൊടുക്കുക എന്ന് പറയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ BPL ലിസ്റ്റിൽ താഴെയുള്ള, BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു മർഫി റേഡിയോ കൊടുത്തിട്ട് അതൊന്ന് ഓൺ ചെയ്ത് അത്യാവശ്യം പാട്ടൊക്കെ കേട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശ്രുതിലയം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. വാർഡ് മെമ്പർ സുജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ചന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു. ഈ മേഖലയിൽ ഏകദേശം 13 കോളനികളുണ്ട്. ഏറ്റവും RPL ഏറ്റവും ദൂരമുള്ള കോളനിയാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന 2J കോളനി. ഏകദേശം കുളത്തൂപ്പുഴയിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് 2J തേക്കുമല പോലെയുള്ള കോളനികൾ. RPL-ലാണ് ഈ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഫോറസ്റ്റിൻ്റെ വകുപ്പിലുള്ള വസ്തുവാണ് RPL-ന് ലീസിന് കൊടുത്ത. അങ്ങനെ RPL-ആണ് ഈ റോഡുകളും ക്വാർട്ടേഴ്സുകളും ഇവിടുത്തെ തൊഴിലാളികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരുന്നത് RPL-ആണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം റോഡുകൾ തകർന്നിട്ട് ഏകദേശം 30 വർഷമായി ഈ റോഡുകൾ തകർന്നിട്ട്. RPL നഷ്ടത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെയൊക്കെ നല്ലതുപോലെ റോഡുകൾ, ഈ റോഡുകളെല്ലാം നല്ലതുപോലെ റോഡുകൾ കിടന്ന റോഡുകളാണ് നല്ലപോലെ. അങ്ങനെ തകർന്നു പോയി. അങ്ങനെ ത്രിതല പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ റോഡുകൾ കിടന്നത്. RPL-ന് ഒരു അനുവാദം കൊടുക്കാൻ പറ്റത്തില്ല, ഫോറസ്റ്റിൻ്റെ അനുവാദം വേണം. അങ്ങനെ തടസ്സങ്ങൾ ഒരുപാട് ഇങ്ങനെ നീണ്ടു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജനപ്രതിനിധികളായിട്ട് ഇവിടുന്ന് നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് കയറുമ്പോഴും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇന്ന് ഈ റോഡ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീബി, RPL മാനേജർ ജയപ്രകാശ്, അജയപ്രസാദ് തുടങ്ങിയവർ സാന്നിധ്യം അറിയിച്ചു. നന്ദി സൂചകമായി പ്രദേശവാസികൾ ജനപ്രതിനിധികളെ ഹാരമണിച്ച് ആദരിച്ചു. ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ.